10 ലിറ്റർ സൃഷ്ടിക്കാനുള്ള പശ ഇതിനകത്തുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്ന് തുറന്നു വെക്കാം, പിന്നെ കൈകൊണ്ട് തേക്കാം. സൂപ്പർ ഗ്ലൂ ഒന്നും ഇങ്ങനെ കൈകൊണ്ട് ആരും തേക്കരുത് കേട്ടോ, നമ്മുടെ കൈയെ കൂട്ടി പിടിക്കും. ഇതേപോലെ വരും. അപ്പോൾ സൂപ്പർ ഗ്ലൂ ആണെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് തീർത്തോണം. ഇതങ്ങനെ തീർക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതേപോലെ കൈ കൊണ്ട് 30 കൈയൊട്ടത്തേ ഇല്ല. സൂപ്പറുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഒട്ടി പിന്നെ നേരെ മെഡിക്കൽ കോളേജിൽ പോയാൽ മതി. ഇത് ഒരു കാരണവശാലും കൈയൊട്ടുകരുത്, തുടച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിത് വെയിലത്ത് നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കരുത്. ഇതേപോലെ തന്നെ വെയിലത്തോട്ട് വെക്കുക, അല്ലെങ്കിൽ പാൻ അടിയിൽ വെക്കുക. ഇത് കണ്ടോ, അരമണിക്കൂറായി പശയിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കോളും. മുന്നോട്ട് നോക്കിയാൽ ഇത് വേറെ എങ്ങും ഒട്ടുകയില്ല കേട്ടോ. ഇത് പശയും മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും, എൻ്റെ ചെരുപ്പിനും ഇതുപോലെയൊക്കെ പാട് വരുമെന്ന് വരികയല്ല കേട്ടോ. കാരണം നമ്മുടെ ഇത് 38 സർജറി കഴിഞ്ഞ ചെരുപ്പാണ്, അതുകൊണ്ടാണ് ഇത്ര പാട് വരും. ഇതൊട്ടി ഒന്ന് പിടിച്ചാൽ മതി. ഈ വള്ളിയാൽ വലിക്കുന്നതാണ് വരുന്നത്. എത്ര വലിച്ചാലും വളച്ചാലും ഒടിച്ചാലും ഇനി ഇത് ഒരടി ഇനി അനങ്ങ് വരും. അതേപോലെ ഞാൻ കൊട്ടിക്കാം. ഒരു 10 മിനിറ്റ് ഇരുമ്പുണ്ടാവും. പ്ലാസ്റ്റിക് അതുപോലെ അല്ലെ ഒരു നിങ്ങളുടെ ഡ്രമ്മ് പൊട്ടിപ്പോയി, ഇതേപോലെ അങ്ങോട്ട് പൊട്ടി വെള്ളമെല്ലാം കളയുക, ഇവിടെ പശ തേക്കുക, കൈ കൊണ്ട് തേക്കണേ. എന്നിട്ട് ഫ്ലെക്സ് ഇല്ലേ, ഫ്ലെക്സ്, ഈ സാധനം അത് റോഡിലൊക്കെ കിടപ്പുണ്ട്, അതിൻ്റെ ഒരു പീസ് നിങ്ങൾ ഇതേപോലെ എടുത്തിട്ട് ഇതിലും നമ്മൾ പശ തേക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെച്ചിട്ട് ഒരു കത്തിയുടെ പിടി എടുത്തിട്ട് ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി. വർഷങ്ങളോളം ഇരുന്നോളും. വാട്ടർ ടാങ്കൊക്കെ ചലിക്കുകയല്ല. ഇനി ആവശ്യക്കാരുടെ ചോദിച്ചോളൂ കേട്ടോ. 2 എണ്ണത്തിന് 50 രൂപയുണ്ട്. അതൊരു റെക്സിൻ പ്ലാസ്റ്റിക് പൈപ്പ് ഒട്ടിച്ചാൽ മതി. വെള്ളം ഒടിക്കുന്ന പൈപ്പല്ലേ.